കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തമാശയാണ് എന്നുള്ള കാര്യം നിങ്ങളെക്കാൾ കൂടുതൽ, എൻ്റെ പ്രേക്ഷകരെക്കാൾ കൂടുതൽ എനിക്കറിയാം. കാരണം ഒരു ധാർമ്മിക മൂല്യവും തൊട്ടു തീണ്ടാത്ത, ഉളുപ്പോ ലജ്ജയോ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അത് പരിഹാസ്യമാകുന്നത്. ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കഥാപാത്രം കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവ പാർട്ടിയുടെ, തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സോഷ്യലിസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സമത്വസുന്ദരമായൊരു ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിപ്ലവ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് 2007 375 കോടി രൂപയുടെ അഴിമതി CAG റിപ്പോർട്ട് വഴി പുറത്തു വന്ന ലാവലിൻ കേസിൽ 9ാം പ്രതിയായിരുന്നപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് തുടങ്ങിയ കഥാപാത്രമാണ് പിണറായി വിജയൻ. ഒരു ഉളുപ്പുമില്ലാതെ. അപ്പൊ അതുകൊണ്ട് ആ പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ സത്യം പറഞ്ഞാൽ മുഖത്ത് അടി തരും. അതിനുശേഷം എത്രയോ അഴിമതി ആരോപണം, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം, ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം, ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം, അങ്ങനെ എത്ര അഴിമതി ആരോപണങ്ങൾ. അയാളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കരൻ ഏതാണ്ട് 1.5 വർഷക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്നിട്ടും രാജിവെക്കാതിരുന്ന, ഉളുപ്പും ലജ്ജയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ. സ്വാഭാവികമായ പിണറായി വിജയൻ രാജിവെക്കണം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ഈ പറഞ്ഞ പോലെ പരിഹാസവും ഒക്കെ തോന്നും എന്നെനിക്കറിയാം. എന്നാലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പിണറായി വിജയൻ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വീണ്ടും ഉത്ഭവിച്ചിരിക്കുന്നു എന്ന് ധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ പ്രേക്ഷകരോട് ഞാനിന്ന് ഒന്നുകൂടി പറയുകയാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞത് എന്ന് സ്വാഭാവികമായി എൻ്റെ പ്രേക്ഷകർ എന്നോട് ചോദിക്കും. അത് ഉരുത്തിരിഞ്ഞതിൻ്റെ കാരണം അയാളുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പോരാ, അയാളാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനല്ല, ഈ പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള KM എബ്രഹാമാണ് CPM-നെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ കുറച്ച് 1-2 ആഴ്ചക്ക് മുമ്പ് ഞാൻ ചെയ്തു. കാരണം പിണറായി വിജയൻ എടുക്കുന്ന ഓരോ നടപടിയും, പിണറായി വിജയൻ എടുക്കുന്ന, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പും, പിണറായി വിജയൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു സർവാധികാരിയായിരുന്നു ആണ് KM എബ്രഹാം എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയനല്ല, ഇയാളാണ് പാർട്ടിയെ ഭരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. ഞാനന്ന് പറയാൻ കാര്യം, കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ അവതരിപ്പിച്ച ഒരു പുതിയ നവകേരള സൃഷ്ടി എന്ന് പറഞ്ഞിട്ടൊരു കാഴ്ചപ്പാട് രേഖയുണ്ട്. ആ രേഖ പോലും തയ്യാറാക്കിയത് ഇയാളാണ് എന്ന് അനൗദ്യോഗിക വിവരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ തലച്ചോറാണ് KM എബ്രഹാം എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഇനി KM എബ്രഹാം എന്തൊക്കെയാ സ്ഥാനങ്ങൾ? KM എബ്രഹാം ശരിക്കും ചീഫ് സെക്രട്ടറി ആയിരുന്നു, റിട്ടയർ ചെയ്ത ആളാണ്. റിട്ടയർ ചെയ്തതിന് ശേഷം പിടിച്ചുകൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അയാൾക്കൊരു 4-5 ലക്ഷം രൂപയുടെ ശമ്പളമുണ്ട്. അയാൾ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പൊ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അതിൽ കിഫ്ബി എന്ന് പറഞ്ഞിട്ട് 10,000-കണക്കിന് കോടി രൂപ ചെലവഴിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ഒരു വെള്ളാനയുണ്ട് കിഫ്ബി. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ അധികാരങ്ങളുള്ള ഒരു സ്ഥാപനമുണ്ട്, അതിന്റെ പ്രധാനിയാണ്. അതിലെല്ലാം ഉപരി അയാൾക്ക് ക്യാബിനറ്റ് പദവിയുമുണ്ട്, ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് അയാൾക്ക്. ചിലൊരു മന്ത്രിക്ക് തുല്യനാണ് അയാൾ. അങ്ങനെ ഇരുത്തിയിരിക്കുന്ന KM എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ആ സർവാധികാരി, ആ പിണറായി വിജയനെ ഈ പറഞ്ഞതുപോലെ കുതിരയെ നടത്തിക്കൊണ്ടുപോകുന്നത് പോലെ നടത്തിക്കൊണ്ടുപോകുന്ന ആ സർവാധികാരിയായിട്ടുള്ള KM എബ്രഹാം എന്ന് പറഞ്ഞ അയാൾ അനധികൃത സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു എന്ന്, വരവിൽ കവിഞ്ഞ അനധികൃത സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് അയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ചിട്ട് CBI അന്വേഷിക്കണം എന്ന് ഉള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വിധി കേരള ഹൈക്കോടതിയിലെ K. ബാബു എന്ന് പറഞ്ഞ ന്യായാധിപന്റെ ബെഞ്ചിൽ നിന്ന് ഇന്ന് വന്നിരിക്കുക. സുഹൃത്തുക്കളെ, സ്വാഭാവികമായും അയാൾ, അതായത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബിയുടെ ചുമതലക്കാരനും ക്യാബിനറ്റ് ചുമതലയുമുള്ള പിണറായി വിജയന്റെ ഓഫീസിലെ ഏറ്റവും വലിയ ശക്തനായിട്ടുള്ള
അയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചിട്ട് CBI അന്വേഷിക്കണമെന്നും പറഞ്ഞൊരു ഉത്തരവ് വന്നാൽ സ്വാഭാവികമായും ധാർമ്മിക മൂല്യം തൊല്ലെങ്കിലും പിണറായിയിൽ ഉണ്ടെങ്കിൽ, ലജ്ജയുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കല്ലേ സുഹൃത്തുക്കളെ വേണ്ടത്? രാജിവെക്കണ്ടേ? പക്ഷെ അയാൾ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാലോ. അയാൾക്കെതിരെ ലാവ്ലിംഗ് കേസ് വന്നു, പിന്നെ ക്യാമറയുടെ കേസ് വന്നു, ഡോളർ കള്ളക്കടത്ത് കേസ് വന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നു. ഇപ്പം അയാളുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അയാൾ ചെളിക്കുണ്ടിൽ കിടന്ന് ഉരുളുകയാണ്. അങ്ങനെ ഉരുളുന്ന സമയത്ത് പോലും എൻ്റെ രാജ്യം ആരും മോഹിക്കണ്ട, എൻ്റെ ചോരയ്ക്ക് വേണ്ടി ആരും മോഹിക്കണ്ട എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി നിൽക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. പക്ഷേ അയാൾ രാജിവെക്കേണ്ടതാണ് എന്ന് ജനങ്ങൾക്കും പാർട്ടി അണികൾക്കും തോന്നുന്നുണ്ടാവുന്നുള്ള കാര്യത്തിൽ എന്താ തർക്കമുള്ളത്? അതുകൊണ്ട് അയാൾ രാജിവെക്കണം. ഇതാണ് ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നത്. എത്ര പരിഹാസ്യമായി തോന്നിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ KM എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾക്കെതിരെ ഈ വിധി സമ്പാദിച്ചിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ ജോമോൻ പുത്തമ്പുരയ്ക്കലാണ്. നമുക്ക് അഭിമാനം തോന്നണം. മറ്റേ അഭയ കൊലക്കേസുണ്ടല്ലോ, അഭയ കൊലക്കേസിൽ 28 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിലൂടെ ആ കേസിൽ ശരി തെളിയിച്ചിട്ടുള്ള ജോമോൻ പുത്തമ്പുരയ്ക്കൽ എന്ന് പറയുന്ന ആ പൊതുപ്രവർത്തകൻ 2018 മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ വിജയകരമായിട്ടുള്ള പരിസമാപ്തിയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. വാദം കഴിഞ്ഞിട്ട് തന്നെ 1 വർഷം കഴിഞ്ഞിരുന്നു. ആ വാദത്തിൽ ജോമോൻ പുത്തമ്പുരയ്ക്കല് ഇയാളുടെ കള്ളം കംപ്ലീറ്റ് പൊളിക്കുകയായിരുന്നു. ഇയാളുടെ അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പറഞ്ഞ എല്ലാ വാദങ്ങളെയും കാര്യകാരണ സഹിതം ജോമോൻ പുത്തമ്പുരയ്ക്കല് പൊളിച്ചടുക്കി. ഇയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചിട്ടുള്ള എത്രയോ രേഖകൾ ജോമോൻ പുത്തമ്പുരയ്ക്കല് കോടതിയുടെ മുമ്പായി സമർപ്പിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അത് സംബന്ധിച്ച് പ്രാഥമികമായ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, K. ബാബു എന്ന് പറയുന്ന ന്യായാധിപന്റെ നേതൃത്വത്തിലുള്ള സിംഗിൾ ബെഞ്ച് ആ കേസ് CBI അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇയാൾ രാജിവെക്കണമെന്ന് പറയാൻ കാര്യം എന്താ? ഇയാളുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഏതാണ്ട് 1.5 വർഷക്കാലം ജയിലിൽ കിടന്നു. ഇപ്പൊ രണ്ടാമത്തത് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, മറ്റത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഇപ്പൊ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ക്യാബിനറ്റ് റാങ്കുള്ള അയാൾക്കെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിടുമ്പോഴത്തേക്കും സ്വാഭാവികമായി എന്തെങ്കിലും ഉളുപ്പോലജയുള്ള ആളാണ് മുഖ്യമന്ത്രി എങ്കിൽ ആ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. ഇതാണ് എൻ്റെ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഖണ്ഡിതമായിട്ടുള്ള അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KM എബ്രഹാം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥനെ ഉടനടി പിരിച്ചുവിടണം. ഈ KM എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥനെ നമ്മൾ സസ്പെൻഡ് ചെയ്യാനൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനല്ല. M. ശിവശങ്കരൻ ഈ പ്രശ്നം വന്നപ്പോൾ M. ശിവശങ്കരനെ സസ്പെൻഡ് ചെയ്തു. കാരണം M. ശിവശങ്കരൻ അന്ന് സർവീസിലുണ്ടായിരുന്നു, IAS സർവീസിലുണ്ടായിരുന്നു. പക്ഷെ KM എബ്രഹാം സർവീസിലുള്ള ആളല്ല. അയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് അയാളെ തിരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അടിയന്തരമായി ഈ പിണറായി വിജയൻ എന്തെങ്കിലും ലജ്ജയുള്ള ആളാണെങ്കിൽ ഉടനടി ഇയാളെ ടെർമിനേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഉളുപ്പോ ലജ്ജയുള്ള ഒരു മനുഷ്യനാണ് പിണറായി വിജയനെങ്കിൽ KM എബ്രഹാമിനെ അടിയന്തരമായി ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോവുകയാണ് പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ അയാളത് ചെയ്യില്ലായിരിക്കാം. പക്ഷേ അത് ചെയ്യാതിരിക്കുന്ന പിണറായി വിജയൻ ജനങ്ങളുടെ മുമ്പിലും പാർട്ടി അണികളുടെ മുമ്പിലും വിവസ്ത്രനായിട്ടായിരിക്കും ഇനിയുള്ള ദിവസം നിൽക്കുക എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുക.